ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് മാങ്ങ കൊണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഇതുപോലെ വലുപ്പമുള്ള 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഈ മാങ്ങയ്ക്ക് പുളി കുറവാണ്, അതാണ് ഞാനിവിടെ 2 മാങ്ങ എടുത്തിരിക്കുന്നത്. ഓവർ പുളിയുള്ള മാങ്ങ എടുക്കരുത്, എന്നാൽ അത്യാവശ്യം പുളിയുള്ള മാങ്ങ തന്നെ വേണം. ഈ ഒരു വലുപ്പത്തിൽ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇവിടെ മാങ്ങയെല്ലാം ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കനം കുറച്ച് അരിഞ്ഞെടുത്ത പകുതി സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് ഒരുപാടായിട്ട് മുളക് പൊടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളറങ്ങ് മാറിപ്പോകും. ഞാനിവിടെ 3 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തത്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇത്രയും ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പുപൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ കൈകൊണ്ട് തന്നെ നന്നായി ഞെരടിയെടുക്കാം. നല്ലതുപോലെ നന്നായി പ്രസ് ചെയ്ത് ഞെരടിയെടുക്കണം. ഞാനിവിടെ ഫ്ലെയിം ഒന്നും ഓണാക്കിയിട്ടില്ല. കൈകൊണ്ട് എല്ലാം ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ എണ്ണയിൽ വഴറ്റിയൊന്നും എടുക്കുന്നില്ല. ഈ രീതിയിൽ ചെയ്തെടുത്താൽ മതി. സൂപ്പർ ടേസ്റ്റാണ്. നന്നായി ഞെരടിയെടുത്തതിന് ശേഷം വേകാൻ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അടച്ചു വെച്ച് നന്നായി വേകുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഈ സമയം കൊണ്ട് നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി 1 കപ്പ് തേങ്ങ, 1/4 സ്പൂൺ ജീരകം, 2 അല്ലി വെളുത്തുള്ളി, 1 തണ്ട് കറിവേപ്പില, കുറച്ച് വെള്ളവും ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കാം. ഈ സമയം കൊണ്ട് മാങ്ങയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറിൽ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ബാക്കി അരപ്പും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. നന്നായി തിളയ്ക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ കുമിളകൾ വന്ന് ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. കറി നന്നായി തിളയ്ക്കരുത്, തിളച്ചു കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. കറി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം, അടച്ചു വയ്ക്കാം. അടുത്തതായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ചെറിയുള്ളി 1 സ്പൂൺ കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ശേഷം 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. 2 വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യാം. 1 നുള്ള് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.
അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.